ഹായ് ഓൾ. നിങ്ങൾ യു എയിൽ ജോബ് സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സി വിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ സി വിയിൽ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് ആണ്. നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് എപ്പോഴും റിക്രൂട്ടേഴ്സിന് അല്ലെങ്കിൽ HR-ന് അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ കറൻ്റ്ലി ഈ വിസിറ്റിംഗ് വിസയിലാണോ അല്ലെങ്കിൽ ക്യാൻസൽഡ് ആണോ, കറൻ്റ്ലി വർക്ക് ചെയ്യുന്നവരാണോ, ആ ഒരു ഡീറ്റെയിൽസ് എപ്പോഴും വിസ സ്റ്റാറ്റസ് എന്നുള്ളതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. അടുത്തത് വേണ്ടത് നിങ്ങളുടെ ലൊക്കേഷനാണ്. നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ ഏത് എമിറേറ്റിലാണ് ഉള്ളതെന്നുള്ളത് മെൻഷൻ ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ലൊക്കേഷൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം റെഡി ടു റിലൊക്കേറ്റ് ടു എനിവെയർ ഇൻ UAE. ഇപ്പം നിങ്ങൾ അങ്ങനെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കറൻറ്റ് ലൊക്കേഷൻ മെൻഷൻ ചെയ്യുക. UAE എവിടെയും റിലൊക്കേറ്റ് ചെയ്യാൻ പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു അപ്പിയറൻസിന് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇപ്പം വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ UAE കോൺടാക്ട് നമ്പറാണ്. മസ്റ്റായിട്ടും UAE കോൺടാക്ട് നമ്പർ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം ഡയറക്റ്റ് ആണ് നിങ്ങൾക്ക് കോൾസ് വരിക. സോ അപ്പോൾ അത് ഒരു UAE കോൺടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും റിക്രൂട്ടേഴ്സിന് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ സി വി വളരെ ക്ലീൻ ആൻഡ് സ്റ്റഡി ആയിരിക്കണം. ക്ലീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രാഫിക്സോ ഒരുപാട് ഡിസൈൻസോ ഒന്നും പാടില്ല. സോ അത് കുറച്ചും കൂടി ഒരു ATS ഫ്രണ്ട്ലി ആയിരിക്കും. സോ അപ്പോൾ എപ്പോഴും CV വെരി ക്ലീൻ ആയിരിക്കണം. പിന്നെ നിങ്ങൾ UAE ഫ്രഷറാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ CVയുടെ ലെങ്ത് മാക്സിമം ഒരു 1 or 2 പേജസിൽ കൂടാൻ പാടില്ല. അതും ഡീറ്റെയിൽസ് എല്ലാം പ്രിസൈസ് ആയിട്ട് നിങ്ങളുടെ റിലവൻറ്റ് എക്സ്പീരിയൻസും നിങ്ങളുടെ റീസെൻറ്റ് എക്സ്പീരിയൻസും ഇൻ ഡീറ്റെയിൽ കൊടുക്കുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക.